ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, ഞാൻ പുതിയൊരു പ്രൊജക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് ഇഷ്ടപ്പെടും. കാരണം ഇത് ക്രിക്കറ്റ് കളക്റ്റിബിൾസ് പ്രൊജക്റ്റാണ്. സോ പ്രൊജക്റ്റിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ടെലഗ്രാമൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് FC ഗ്രെയിൽസിനെ കുറിച്ചിട്ടാണ്. സോ FC ഗ്രെയിൽസ് എന്ന് പറയുന്നത് സാധാരണ ക്രിക്കറ്റ് ആപ്പ് പോലെയൊന്നുമല്ല, മറിച്ച് ഒഫീഷ്യൽ ICC ലൈസൻസ്ഡ് ഡിജിറ്റൽ ക്രിക്കറ്റ് കാർഡ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടെ, FC ഗ്രെയിൽസ് ഫുള്ളി ലോഞ്ച് ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ നിലവിൽ പെവീലിയൻ പാസ് എന്ന് പറഞ്ഞൊരു പാസ്സുണ്ട്. അതുവഴി യൂസേഴ്സിനെ ഏർലി ആക്സസ് ഫേസിലേക്ക് കൊണ്ടുവരുന്ന പ്രീ രജിസ്ട്രേഷൻ സ്റ്റേജാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെവീലിയൻ പാസ് എന്ന് പറയുന്നത് ഒരു എൻട്രി ടിക്കറ്റ് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇത് ക്ലെയിം ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു സീറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു പെവീലിയൻ പാസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെവീലിയൻ പാസ് എടുക്കുന്നത് കൂടാതെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചില ടാസ്കുകൾ അതുകൂടി നിങ്ങൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത്ര മാത്രമേ ഇപ്പോൾ നിലവിൽ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. സ്കോർസ് എന്ന് പറയും ഇവിടെ നമ്മൾ. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ ടോപ്പൊക്കെ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ലോഞ്ചിങ് സമയത്ത് ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള ഡിഫറെൻറ്റ് ടയേഴ്സിൽ പുള്ള് ചെയ്യാനുള്ളൊരു അവസരവും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു പോയിൻറ്റ്സ് അല്ലെങ്കിൽ സ്കോർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്യാഷോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ടോക്കണോ അല്ലെങ്കിൽ റിവാർഡ്സോ ഒന്നുമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്നും അല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏർലി യൂസേഴ്സിന് ഫ്യൂച്ചർ ബെനിഫിറ്റ്സും പ്രയോറിറ്റി ആക്സസും അതുപോലെ തന്നെ റിവാർഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാകാം എന്നവർ പറയുന്നുണ്ട്. സോ ഏർലി സ്റ്റേജ് പ്രൊജക്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് പെവീലിയൻ പാസ് ക്ലെയിം ചെയ്ത് ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനാണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടി വരുള്ളൂ ഇതിനായിട്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു പെവീലിയൻ പാസ് കളക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ടാസ്കുകളാണുള്ളത്, എങ്ങനെയാണ് സ്കോർ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. സോ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് ക്ലെയിം യുവർ പെവീലിയൻ പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് കൊടുക്കുക. ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ട്വിറ്റർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്, കുറച്ച് നേരത്തെ ആ കാര്യമേ ഉള്ളൂ. ട്വിറ്റർ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മെയിൽ ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ മെയിലൂടെ ഇവിടെ കണക്ട് ചെയ്യണം. സോ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, ദെൻ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു പാസ് നിങ്ങൾക്ക് കിട്ടിക്കഴിയും. പെവീലിയൻ പാസ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചേക്കുക. ഓക്കെ, ദെൻ താഴേക്ക് വരുമ്പോഴത്തേക്ക് ബൂസ്റ്റ് യുവർ സ്കോർ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ്. ചെറിയ ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് മൂന്നാമതായിട്ടൊരു ടാസ്ക് ഉള്ളത് എന്താ വെച്ചാൽ, അതിനകത്ത് കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് NFTസിൻ്റെ. അപ്പോൾ ആ ഒരു ലിസ്റ്റിലുള്ള ഏതെങ്കിലും NFTs നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ NFT ഹോൾഡ് ചെയ്യുന്ന ആ ഒരു വാലറ്റ് നിങ്ങൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 പോയിൻറ്റ്സും കൂടെ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ NFT ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ബോധേഡായാൽ മതി. അതല്ലെങ്കിൽ സാരമില്ല, കുഴപ്പമില്ല, ആ ഒരു ടാസ്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഇതെല്ലാം നമ്മുടെ സ്കോർ കൂടുന്നതനുസരിച്ചിട്ടായിരിക്കും. 50 സ്കോർ ആണെങ്കിൽ ബ്രോൺസ് ആയിരിക്കും, അതിൽ നിന്ന് 200 ആകുമ്പോഴത്തേക്കും സിൽവർ, അങ്ങനെ നിങ്ങളുടെ സ്കോർ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ലെവൽസ് കൂടും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അവിടെ റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ റെഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റെഫറൽ ലിങ്ക് അവിടെ നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുക, ദെൻ റെഫർ ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിലായിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് വരാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ. പുറമേ നോക്കിയിട്ടൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.
അപ്പോൾ എനിവേ എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിന് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ദെൻ അപ്ഡേറ്റ്സ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, അത് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.